നമ്മൾ മലയിറങ്ങി പമ്പയിൽ വന്നിട്ട് കുളിക്കാനോ കൈയും കാലും കഴുകാനോ പാടില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മല കയറിയ പുണ്യം നമ്മളെ വീട്ടിലാണ് എത്തേണ്ടത്. വീട്ടിൽ ചെന്ന് നമ്മൾ തേങ്ങ അടിച്ച് അവിടെ ചെന്നിട്ട് ഒരു ഇലക്കഷ്ണം എടുത്തിട്ട് ഭഗവാന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയ ആ പ്രസാദം നമ്മൾ അകത്ത് വെച്ച് കൊടുത്ത് ഈ നമ്മളെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടി ഈ പിതൃക്കളെ തൃപ്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള മേഖലയിലേക്ക് നമ്മൾ നീങ്ങാൻ പാടും. അതാണ് അതിൻ്റെ ഐതിഹ്യം. എന്നാലേ നമുക്ക് ഇത്രയും ദിവസം മാലയിട്ട് 41 വ്രതം എടുത്തിട്ട് നമ്മൾ മാലയിട്ട് പോയതിൻ്റെ ആ പുണ്യം നമ്മളെ പിതൃക്കൾക്കും കിട്ടി, നമ്മളെ വീടിനും കിട്ടി, നമ്മളെ കുടുംബത്തിനും കിട്ടി. അതാണ് അതിൻ്റെ ഐശ്വര്യം. നമ്മളെ വീട്ടിൽ നിന്നും തേങ്ങ അടിച്ച് പോരുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളെ പിതൃക്കൾ കൂടെ ഉണ്ടാവുന്ന പിതൃക്കൾക്ക് മോക്ഷം വരുത്തിയിട്ട് അവർ നമ്മൾ ഭഗവാന്റെ പൂങ്കാവനത്തിലേക്ക് അവരെ കടത്തി വിടുകയാണ്. പിന്നെ ബാക്കി ഭഗവാനാണ് നോക്കുക.